കൊല്ലം പത്തനംതിട്ട അതിർത്തിയിലെ ഏനാത്ത് പാലം നിർമ്മിച്ച് 18ാം വർഷം തന്നെ അപകട ഭീഷണിയിലായത് ഒരു മുന്നറിയിപ്പാണ്. കല്ലടയാറ്റിലെ അനധികൃത മണൽവാരലും നിർമ്മാണ ഘട്ടത്തിലെ അഴിമതിയും എങ്ങനെ ജനസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നുവെന്ന് ഏനാത്ത് പാലം വ്യക്തമാക്കുന്നു. അപായത്തിന്റെ രണ്ട് കരകൾക്ക് നടുവിൽ ഭീതിയുടെ എടുപ്പ് പോലെ ഏനാത്ത് പാലം ഇന്ന് നിലകൊള്ളുന്നു. കൊല്ലം പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലടയാറിന് കുറുകെയുള്ള ഏനാത്ത് പാലം ആയുസ് മുറ്റാതെ ദുർബലമായി. നിർമ്മിച്ച് 18ാം വർഷം ഏനാത്ത് പാലത്തിന്റെ അടിയിളകി. പാലങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിൽ മണൽവാരൽ പാടില്ലെന്ന ഉത്തരവ് ലംഘിച്ചും നടന്ന മണൽ കൊള്ളയുടെ മൃതസ്വരൂപം. ഏനാത്ത് പാലം തകരാനുണ്ടായ ഒരു പ്രധാന കാരണം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു കാരണം ഈ പുഴയിലെ മണലൂറ്റാവാം. പക്ഷേ ഈ പുഴയിലെ 100 മീറ്ററിന് ചുറ്റളവിലുള്ള മണലൂറ്റ് ഇവിടുത്തെ റവന്യൂ അധികാരികളും പോലീസ് അടക്കമുള്ള ആൾക്കാർ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ നിർമ്മാണത്തിലുള്ള അപാകത മറച്ചു വയ്ക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരും അതുപോലെ മന്ത്രി തരത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ മണൽ ഊറ്റിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ 4 കോടി രൂപ മുടക്കി 97 കമ്മീഷൻ ചെയ്ത ഈ പാലം 18 വർഷങ്ങൾക്ക് ശേഷം 18 വർഷം തികയുന്നേ ഉള്ളൂ. 18 വർഷം ആയപ്പോഴത്തേക്കും പാലം അപകടാവസ്ഥയിലായി എങ്കിൽ ഈ പാലം പണിഞ്ഞ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ പാലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. 1993 നിർമ്മാണം തുടങ്ങുകയും 1998 കമ്മീഷൻ ചെയ്യുകയും ചെയ്തതാണ് ഏനാത്ത് പാലം. 4 കോടി ചെലവിട്ട് നിർമ്മിച്ച പാലമാണ് 18ാം വർഷം അടിയിളകി ആടിയത്. ഏനാത്ത് തന്നെ ബ്രിട്ടീഷുകാർ പണിത പാലം 90 വർഷം നിലനിന്നപ്പോഴാണ് പുതുകാല നിർമ്മിതിക്ക് ഈ ദുർഗതി. പാലത്തിൻ്റെ ഈ തൂണുകൾ ഫില്ല് ചെയ്തിരിക്കുന്ന സാൻഡാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാണ് കോൺക്രീറ്റ് ആയിട്ടുള്ളത്. ഇതിന് അടിയിലേക്ക് ഡ്രില്ല് ചെയ്ത് പോകുന്നതിന് മുകളിൽ സാൻഡ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സാൻഡ് നിറച്ചിരുന്നിടത്ത് ഈ വിള്ളലുണ്ടാവുകയും തൂണുകൾക്ക് വിള്ളലുണ്ടാവുകയും സിമെൻ്റ് അളവ് മാറുകയും അതിൽ കൂടെ വെള്ളം ഇറങ്ങിപ്പോവുകയും ഈ വെള്ളം ഇറങ്ങിപ്പോയ സ്ഥലത്തുകൂടെ തന്നെ തിരിച്ച് മണൽ ശക്തിയായി നിറച്ചിരുന്ന മണലിൽ തിരിച്ചു കയറുകയും ചെയ്തു. പാലത്തിന് ബലക്ഷയം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. നിർമ്മാണ ഘട്ടത്തിൽ ഇരുവശങ്ങളിലും സുരക്ഷാ ചിറ ഉണ്ടാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടിരുന്നു. ഇതാണ് 2 തൂണുകൾ തന്നെ അപകടാവസ്ഥയിലാകാനുള്ള മറ്റൊരു കാരണം. ഇപ്പോൾ അപകടമുണ്ടായ പാലം ഇരുത്തിയിരിക്കുന്ന ആ ഭാഗത്തെ 2 തൂണും മാറി പുതിയ തൂൺ നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉള്ള അത് ഡിമോളിഷ് ചെയ്യണം, പുതിയ ബീം വാർക്കേണ്ടി വരും. അപ്പോൾ ഇത് പ്രത്യേകമായി താങ്ങി നിർത്താൻ കഴിയത്തക്കെന്നുള്ള സംവിധാനം ഉണ്ടാകണം. അത് വളരെ വേഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ വേണം. ഏനാത്ത് പാലം നിർമ്മിച്ച ഘട്ടത്തിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് നടത്തിയ അഴിമതിയാണ് ഇതിനെ വിനാശത്തിന്റെ നിർമ്മിതിയാക്കിയത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. ഏത് വർക്കെടുത്താലും ഉദ്യോഗസ്ഥർക്ക് 30% കമ്മീഷൻ. 4 കോടി രൂപയുടെ വർക്കെടുത്തപ്പോൾ ഏകദേശം 1,20,00,000 രൂപ കമ്മീഷൻ ഇനത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അവർ അല്ലാതെ ബില്ല് മാറാൻ വേണ്ടി എഞ്ചിനീയർമാരും അവർക്ക് ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1,20,00,000 രൂപയാണ് കമ്മീഷൻ ഇനത്തിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കോൺട്രാക്ടറെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ ലാഭം പ്രതീക്ഷിച്ചായിരിക്കും ഒരു വർക്ക് എടുക്കുന്നത്. പക്ഷേ ആ വർക്കിനകത്ത് നിന്ന് ലാഭം അദ്ദേഹത്തിന് കിട്ടേണ്ട ലാഭവും അദ്ദേഹത്തിൻ്റെ കൈകാശും കൂടെ പോകേണ്ട രീതിയിലേക്കാണ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി ഇടപാടുകൾ നടന്നു വരുന്നത്. ഈ അഴിമതിയെക്കുറിച്ച് വിജിലൻസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനായ ജി സുധാകരൻ അവർ ഇതിനെ സംബന്ധിച്ച് പരിശോധന നടത്താൻ ബന്ധപ്പെട്ട വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ രേഖകളും അവർ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് പരിശോധന നടത്തി ഇത് എന്താണ് സംഭവിച്ചതെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാര്യം ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കാൻ കഴിയത്തക്ക നിലയിൽ ശക്തമായി നിർമ്മിക്കേണ്ട പാലം വേണ്ടത്ര നിലയിൽ നിർമ്മിച്ചില്ല എന്നുള്ള വസ്തുത ഇപ്പോൾ ഈ പാലത്തിൻ്റെ തകർച്ചയിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ പാലങ്ങൾക്ക് ഈ ദ്വിമുഖ ഭീഷണി നേരിടുന്നുണ്ട്. നിർമ്മിതിയുടെ അടിവാരുന്ന മണലൂറ്റും നിർമ്മിതിയുടെ ജന്മവൈകല്യമായ അഴിമതിയും. അതുകൊണ്ട് ഏനാത്ത് പാലം ഒരു അപായ സൂചനയാണ്, അവസാന വിപത്തല്ല.